ഹലോ ഗൈസ്, വെൽക്കം ടു മൈൻഡ് മസിൽ. നമ്മുടെ ജിം ബ്ലോഗ് 2 ആണ്. ആക്ച്വലി ഡേ 2 ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡേ 3 കഴിഞ്ഞ് ഡേ 4 കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് വരുന്നത് നമുക്ക് ആപ്സ് ഡേ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വാം പ്രോട്ടീനാണ്, കാരണം ആപ്സ് കുറച്ചുള്ളൂ. ഞാൻ നോർമലി ഡൈനാമിക് വാം പ്രോട്ടീൻ നോർമലി ഒരു 5-6 ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടത് ജമ്പിങ് ജാക്ക്, ലഞ്ചസ് എല്ലാം നമ്മൾ ഒരു 20 കൗണ്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എല്ലാം ഒരു സെറ്റാണ് ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മുടെ ലഞ്ചസ് കഴിഞ്ഞാൽ ലെഗ് സ്വിങ് ചെയ്യണം. ഇതും ഓരോ കാല് 20 വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെച്ചാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത്. ഡൈനാമിക് സ്ട്രെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നീ ടക്ക്. ഞാൻ മാക്സിമം നമ്മുടെ ബോഡിയോട് ചേർക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു കാല് 20 വെച്ചിട്ട് ഇതും ചെയ്യുന്നു. അതിനുശേഷം സൈഡ് ലഞ്ചസ് ട്വിസ്റ്റ് 20 വെച്ചിട്ട് ഇത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബട്ട് കിക്കാണ്. ഇത് 30 സെക്കൻഡ് ക്ലോക്ക് നോക്കി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ബോഡി വാംപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാംപ്പ് ചെയ്യാം കേട്ടോ, ഒന്നൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ആപ്സ് വർക്കൗട്ട് തുടങ്ങാണ്. ഫസ്റ്റ് വർക്കൗട്ട് വരുന്നത് ആപ്സ് നെയിലാണ്. ആപ്സ് നെയിൽ നമ്മുടെ അരയുടെ ഫ്രണ്ടിലേക്ക് കൈ വെച്ചിട്ട് കാല് ഫുള്ള് നിവർത്തുമ്പോൾ മസിൽ ചിലർക്ക് പിടുത്തം വരും. അതുകൊണ്ട് ഞാൻ മടക്കിയിട്ടാണ് പൊക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ട് ടച്ച് ചെയ്യാണ്ട് ഒരു 10 സെക്കൻഡ് പൊക്കി നിൽക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ രോഹിത്ത് ചെയ്യുന്ന പോലെ അരയുടെ പിന്നിക്ക് കൈ വെച്ചിട്ട് ഒന്ന് നമ്മൾ ടൈറ്റ് കൊടുക്കാം. പ്രാക്ടീസ് ചെയ്ത കോർ സ്ട്രെങ്ത് കൂടുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു വർക്കൗട്ടാണ്, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയൊരു വർക്കൗട്ടാണ്. ഞാനിവിടെ ഓരോ വീക്കിലി ഓരോ ആപ്സ് വർക്കൗട്ട് ചെക്ക് ചെയ്ത് എനിക്ക് ഏതാ ഒപ്റ്റിമലി അല്ലെങ്കിൽ എനിക്ക് ഏതാ ഒരു എന്താ പറയുക ആക്ടിവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മസിൽസ് നല്ല രീതിയിൽ വർക്കാവുന്നത് അത് സെലക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ ഫസ്റ്റത്തെ ഈ വർക്കൗട്ടുകൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായ വർക്കൗട്ടുകളാണ്. രണ്ടാമത്തെ വർക്കൗട്ട് വരുന്നത് റെനഗേഡ് റോയാണ്. 5 ദമ്പലെടുത്തിട്ട് അരയ്ക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ദമ്പൽ സിംഗിളായിട്ട് 20 വെച്ചിട്ടാണ് ചെയ്യുന്നത്. 20 എത്തിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ 10 തൊട്ട് 20 എത്തിച്ചാലും മതി. ഓക്കെ, വലിക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇറക്കുമ്പോൾ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുക. റെനഗേഡ് റോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കാലടിപ്പിക്കാണ്ട് കാല് പുറത്തകത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക ബാലൻസ് കിട്ടും ബോഡിക്ക്. കാല് അടുക്കും തോറും, കാല് രണ്ടും അടുപ്പിക്കും തോറും നമുക്ക് സ്ട്രെങ്ത് കൂടാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ രോഹിത്ത് ചെയ്യണ പോലെ അരപൊക്കിയിട്ട് കാലകത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി സ്റ്റെബിലിറ്റി കിട്ടും. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഫോം കറക്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇന്റൻസിറ്റി കൂട്ടാവുന്നതാണ്. ഓക്കെ, ഞാൻ എപ്പോഴും ആപ്സിനെ ഓവർ വെയിറ്റ് എടുക്കാറില്ല. ഞാൻ അതിനെ ഒന്ന് സ്ട്രെങ്ത് കൂട്ടുക അല്ലെങ്കിൽ അതിനൊന്ന് ടൈറ്റ് കൊടുക്കുക ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് അരഭാഗം വലുതാവുന്നത് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ജനറ്റിക്കലി ചിലരോട് അരഭാഗം വലുപ്പമുണ്ടായിരിക്കും. എൻഡോമോർഫ് എക്ടോമോർഫ് ഒക്കെ ബോഡി ടൈപ്പ് ആണല്ലേ, അതിലും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ആപ്സിന് ഞാൻ സ്ട്രെങ്ത് കൊടുക്കാറുള്ളൂ, മസിൽ സൈസ് കൂട്ടാൻ ശ്രമിക്കാറുള്ളൂ. അടുത്ത വർക്കൗട്ട് വരുന്നത് കേബിൾ ട്വിസ്റ്റ് ആണ്. ഞാൻ എൻ്റെ വാരിയലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഷോൾഡറിൻ്റെ താഴെയായിട്ട് കേബിൾ ലോക്ക് ചെയ്തതിനു ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യണം. കൈ സ്ട്രെയിറ്റ് ആയിട്ടാണ് പിടിച്ചത്. അവിടെ എത്തും തോറും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ ബ്രീത്ത് എടുക്കുന്നു. 2 സൈഡും ചെയ്യാം. ഓക്കെ, ഞാനതൊരു 12 ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കത് കുഴപ്പമില്ലാത്ത സ്ട്രെങ്ത് കടച്ചിൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. റസ്റ്റ് കുറഞ്ഞാ അല്ല ഹാർട്ട് റേറ്റ് കുറഞ്ഞ അതിന് മതി. കുറച്ച് പൊക്കിക്കോ, ഒരു പോയിന്റ് പൊക്കിക്കോ നീ. ഇനി അങ്ങോട്ട് നോക്കിക്ക് കാല്. കുറച്ചുകൂടി ചെറിയട്ട ഇതിന്റെ നേരെ. അപ്പൊ ബോഡി അങ്ങോട്ട് ചിരിക്കും, കാലൊക്കെ ചിരിച്ചേ. ഇനി കൈ വർത്തി പിടിച്ചേ. അതിനെ അങ്ങോട്ട് തിരിക്കും. ഫുൾ ട്വിസ്റ്റ് 1, അങ്ങനെ 2. നീ 20 വേണമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ 12 മതി. ഹലോ മിനാറ്റി, ഹലോ മിനാറ്റി. ഒരു ചേച്ചി വന്നിട്ടുണ്ട്, ശ്രീ ചേച്ചി.
ആ പിന്നെ തിരിഞ്ഞു നിന്നിട്ട് അതേപോലെ തന്നെ വലിയ എന്നിട്ട് അപ്പുറത്തേക്ക് ടെസ്റ്റ് ചെയ്യാ. ഇവിടെ അതില് കല്ലുപ്പൊന്നുമില്ലല്ലോ. ആ ഞങ്ങളുടെ ഫുള്ള് ടെസ്റ്റ് ചെയ്യും. വെച്ചോ നെക്സ്റ്റ് ചെറാതേതാ നെക്സ്റ്റാ ഉണ്ടല്ലോ. അത് ഷഫിൾ ഓൺ ആവും. അടുത്ത വർക്കൗട്ട് വരുന്നത് ആബ് റോൾ ഔട്ടാണ്. അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നോക്കി പുറം വളച്ച് പിടിക്കണം. ഒരിക്കലും ഞെളിഞ്ഞെടുക്കരുത്, പുറം വരെ വരും. പുറം വളച്ച് പിടിക്കുക. നോക്കി നോക്ക്. മാക്സിമം ആദ്യം ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് കൈ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവാ. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത്ര മതി കേട്ടാ. ആരാ ഹലോ, പിന്നെ സോഡിയം കുറവാന്ന്. അടിച്ചോ. പുറം വട്ടച്ച പിടിക്ക്. ഇനി ആദ്യം കൊണ്ടുപോ. നമ്മള് ലോവർ ആപ്സിനെ ചെയ്യണ്. ഇനി തിരിച്ചൊന്നോ. പോയില്ല. പോട്ടെ. കൈ അങ്ങനെ തന്നെ വെക്ക്. ആദ്യം കൊണ്ടു. മതി. തിരിച്ചു പോവാ. അങ്ങനെ തന്നെ പഠിക്കുക. പോട്ടെ. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതന്നെ. കൈ ആദ്യം കൊണ്ടുപോകല്ലേ. ആദ്യം കൊണ്ടുപോകും. പോട്ടെ. തിരിച്ചോ. അതന്നെ അങ്ങനെ തന്നെ പഠിക്കുക. പോട്ടെ. 10 മതി. തിരിച്ചു വാ. മതി. പോട്ടെ. പുറം വളച്ച് പിടിക്ക്. ആന മതി. ഉണ്ട്. എത്രയാ? 3 അതെ, ഇത് വെച്ചോ. ഞാന് ചെലപ്പോ ഇന്നാട്ടി എന്തരാ അന്ന് അമ്മയുടെ ചേച്ചിയുടെ. അപ്പൊ ഞാൻ 10 മണിക്ക് പോവും. ഇവിടെ ഉണ്ടാവും, സുഡും ഉണ്ടാവും. പത്തെണ്ണം മതിയേ. കൈ കൊണ്ടുപോകണ്ട, കൊണ്ടുപോകുക. കൈ കൊണ്ടുപോയി ഇതിനെ വർക്കാ കൂടുതൽ. നെക്സ്റ്റ് ലാസ്റ്റ് വർക്കൗട്ട് വരുന്നത് കേബിൾ ക്രഞ്ചസ് ആണ്. എനിക്ക് ആപ്സ് മെഷീൻ ക്രഞ്ചസ് ഉണ്ട്, പക്ഷെ അതെനിക്ക് അതിനെക്കാട്ടും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കേബിൾ ക്രഞ്ചസ് ആണ്. ഞാൻ ഓപ്പോസിറ്റ് ഇരുന്നിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സ്ട്രെച്ച് കിട്ടുന്നത്, തിരിച്ച് പോകുമ്പോൾ സ്ട്രെച്ച് കിട്ടുന്നത്. ഞാൻ താഴത്തേക്ക് ഇറക്കുമ്പോൾ മാക്സിമം വളഞ്ഞ് ആപ്സ് ക്രഞ്ച് ചെയ്തതിനു ശേഷം തിരിച്ച് മാക്സിമം എൻ്റെ നട്ടൽ ഒരു ഭാഗത്തും ഞാൻ ബാക്കിലേക്ക് നന്നായി ഞെളിയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ട്രെച്ചാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താഴത്തേക്ക് കോൺട്രാക്ഷൻ, തിരിച്ചെത്തുമ്പോൾ സ്ട്രെച്ച് മാക്സിമം കൊടുക്കുക. ഓക്കെ, മുകളിൽ ബ്രീത്ത് എടുക്കുക, മടക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് മാക്സിമം ഔട്ട്. ഇത് കഴിഞ്ഞ് എൻ്റെ ആപ്സ് വർക്കൗട്ട് കഴിഞ്ഞു. ഇത് തന്നെ റൊട്ടീൻ ഞാൻ നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ മാറ്റില്ല.
പിന്നെ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ വർക്കൗട്ട് 3 വീക്സ് ഉള്ള ഈ ഫസ്റ്റ് അളവിൽ വീക്കാണ്. നിന്ന് ഫുള്ള് ഇത് 3 വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് വർക്കൗട്ട് ഇപ്പൊ നമ്മൾ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഓരോ വർക്കൗട്ട് പ്ലാനും 6 to 8 വീക്ക് മിനിമം ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിന് മേലെ ചെയ്യാറുണ്ട്. വെയിറ്റ് കൂട്ടണ്ടേ പറഞ്ഞതാ, അതാ പറഞ്ഞ വീഴാൻ പോവും. പിടിച്ചു വീഡിയോ ആണോ ഇത്? ഭയങ്കര വെളിച്ചോ അടിച്ച ഞെളിഞ്ഞു പോവാൻ ആ വലിച്ചലറിയണ ആപ്സിന്റെ ആ തന്നെ 10 എണ്ണം 12 ഇട്ട് അത്ര മതി. 10 12 കഴിഞ്ഞ ആ റോഷന് ഇത് കഴിഞ്ഞ ഏതാ അതിലുണ്ടാ?